ഹേ ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ച് നേരെ ഹൈലൈറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ലോങ് ടൈം ഞാൻ ഒരുപാട് നാളായി എല്ലാവരെയും കണ്ടിട്ട്. ആഫ്റ്റർ 1 ഇയർ ആയിട്ടോ ഇപ്പോൾ എല്ലാവരുടെ കൂടെ ഇങ്ങനെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പം ഇതിൽ വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ 1-2 കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പിന്നെ നമ്മുടെ കൂടെ എല്ലാ കുട്ടീസും ഇല്ലെങ്കിലും 1-2 പേരെ മക്കളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ ഈ ഒരു 3Dയിലേക്കാണ് വന്നിട്ടുള്ളത്. താഴെ നോക്കണേ ദൂഷി വികരുടെ അതെ എടി ഞാൻ ആ കടങ്ങിലേക്ക് ക്ലാസ്സിലൊന്നും കാണില്ലല്ലോ. ഞാൻ ഇതിന്റെ കുളി ക്ലാസ് ആണ് വെച്ചത്. എടി നോക്ക് എടി നിഫ അങ്ങോട്ട് പോയോ ഗ്ലാസ് കൊടുക്കടാ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഫോർ ദ ഇത് എങ്ങനെയുണ്ട്? പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ ഇറങ്ങി. അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങനെയാണ് എപ്പോഴും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും ലേറ്റായിട്ട് വരുന്ന ആൾക്കാർ. ഇതാ ഇവിടെ എത്തി എന്ന് പറയും, പക്ഷേ കഴിഞ്ഞ് വരണമെങ്കിൽ ഒരു വീട്ടിൽ മേക്കപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഫോൺ വരുന്നത്. ഇതാ ഇവിടെ എത്തി, ഇതിൻ്റെ ഫ്രണ്ടിലെത്തി, ഹൈലൈറ്റിൻ്റെ മുന്നിലെത്തി എന്ന് പറയും. എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നു. മെയിനായിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്നുള്ളതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ കാത്തിരുന്നവരാണ് ഈ കാണുന്നത്. ഇവരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവരെല്ലാവരും കൂടി വന്നപ്പോൾ മൊത്തത്തിൽ അങ്ങ് കളർഫുള്ളായി. പിന്നെ അങ്ങോട്ട് സംസാരങ്ങളോട് സംസാരം, കഴിഞ്ഞതും കഴിയാത്തതും കഴിയാൻ പോകുന്നതും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംസാരങ്ങളും കഴിഞ്ഞ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ. മെയിനായിട്ട് അതാണല്ലോ, നമുക്ക് ഫുഡാണല്ലോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ എന്തൊക്കെ കഴിക്കണം, എന്താണ് എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. നമ്മൾ കോളേജിലത്തെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് അങ്ങനെയായിരുന്നു, ഇന്നിങ്ങനെയായിരുന്നു. നമ്മളെല്ലാവരും എല്ലാ ഡാൻസ് പ്രോഗ്രാംസിനും എല്ലാ തല്ലിപ്പൊളി തരത്തിലും നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. നമ്മൾ കോളേജ് ടൈമിലുള്ള ഡാൻസ് പ്രോഗ്രാമിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഭയങ്കര മിസ്സിങ് ആണ്. നമ്മളെല്ലാവരും അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കോളേജ് ലൈഫ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. ഒരു ഡേ പോലും നമ്മൾ ആരും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാ പ്രോഗ്രാംസിനും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു കോളേജ് ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും പല ഫുഡുകൾ ഓർഡർ ചെയ്ത്, എന്തൊക്കെ ഓർഡർ ചെയ്തതെന്ന് തന്നെ അറിയില്ല. ഓരോരുത്തർ ഓരോ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് നമ്മളെല്ലാവരും കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മളെല്ലാവരും കൂടെ. അങ്ങനെ മെയിനായിട്ട് നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വാഷ്റൂമും ഇനി നമ്മൾ മെയിൻ പരിപാടിയിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ റീൽസ് എടുക്കില്ല, അങ്ങനെ ഓരോന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എടുത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ.
ഈശ്വരോ ഇതെന്തൊരു പാട്. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? യോ എന്റെ ഒരു കൈ എവിടെയടേ? രണ്ടൂന്ന് കൈയായിട്ട് അവിടെ ഓരോന്നിൻ്റെ കൈ പിടിച്ച് തിരിക്കുന്നുണ്ട്, ഓടിക്കുന്നുണ്ട്. നമ്മളിവിടെ വേറൊരു റീൽസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വോയിസ് ഓവറൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലത് എത്ര ചെയ്തിട്ടും റെഡി ആവാത്തതുണ്ട് കേട്ടോ. യെസ്, ഫൈനലി വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.